നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി ഉജ്ജ്വല വിജയം നേടിയ രമേശ് പിഷാരടിയെ പ്രശംസിച്ച് നടൻ കണ്ണൻ സാഗർ രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കഠിനമായ തിരക്കുകൾക്കിടയിലും തന്റെ രോഗവിവരമറിഞ്ഞ് സഹായഹസ്തവുമായി എത്തിയ പിഷാരടിയുടെ മനുഷ്യത്വം നിറഞ്ഞ മനസ്സിനെ കണ്ണൻ സാഗർ വൈകാരികമായി സ്മരിച്ചു. ഹൃദയ സംബന്ധമായ ഗുരുതരമായ അസുഖം കണ്ടെത്തിയപ്പോൾ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ഭീമമായ തുക ആവശ്യമായി വന്ന ഘട്ടത്തിൽ പിഷാരടിയുടെ ഒരൊറ്റ ഇടപെടലാണ് തനിക്ക് വെളിച്ചമായതെന്ന് അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കിയ പിഷാരടി വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് സഹപ്രവർത്തകരെ ചേർത്തുപിടിക്കുന്ന യഥാർത്ഥ മനുഷ്യസ്നേഹിയാണെന്നാണ് കണ്ണൻ സാഗർ സാക്ഷ്യപ്പെടുത്തുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഇത്തരമൊരു ജനപ്രതിനിധിയെ ലഭിച്ച പാലക്കാട്ടെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും കലാകാരന്മാരുടെ സങ്കടങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ഇനി നിയമസഭയിൽ തങ്ങൾക്കൊരു വിശ്വസ്തനായ സഹോദരനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മ സംഘടനയുടെ പ്രിയപ്പെട്ട പിഷാരടിയുടെ ഈ വിജയം മലയാള സിനിമയുടെയും കലാകാരന്മാരുടെയും വിജയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. എന്നാൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി ചുവടുവെച്ച രമേശ് പിഷാരടി 13,947 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് മണ്ഡലം പിടിച്ചെടുത്തത്. പിഷാരടിയുടെ പെട്ടിയിൽ 62,199 വോട്ടുകൾ വീണപ്പോൾ NDAയ്ക്കായി മത്സരിച്ച ശോഭാ സുരേന്ദ്രന് 49,052 വോട്ടുകളും LDF സ്വതന്ത്രനായി മത്സരിച്ച NM റസാഖിന് 33,931 വോട്ടുകളുമാണ് ലഭിച്ചത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുയർത്താൻ ശോഭയ്ക്ക് സാധിക്കാറുണ്ട്. പക്ഷേ എന്നും വിജയം അകലെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരുപടി ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തിയിട്ടും BJP നേരിട്ട പരാജയം പാലക്കാട് നഗരസഭയ്ക്ക് അപ്പുറത്തേക്കുള്ള പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണെന്ന ആക്ഷേപം ശക്തമാണ്. എന്തായാലും നടൻ കണ്ണൻ സാഗറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ശാരീരിക അസ്വസ്ഥത തോന്നിയപ്പോഴാണ് ആശുപത്രിയിൽ പോയതും രോഗവിവരങ്ങൾ കേട്ട് ഡോക്ടർ രക്തം പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. പിന്നെ എക്കോയും സ്കാനും എക്സ്റേയും ഒക്കെ എടുപ്പിച്ച വിശദ പരിശോധനയ്ക്ക് ഞാൻ പാത്രമാകേണ്ടി വന്നു. ഹൃദയത്തിന് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പരിശോധനകൾ നീളുന്നു. ബ്ലോക്ക് എത്രയാണെന്ന് അറിയണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം. ഡേറ്റ് കുറിച്ച് അത് ചെയ്ത് അതിൻ്റെ CD-യും കയ്യിൽ തന്നു. ഇവിടുന്ന് അല്പം വലിയ ആശുപത്രിയിലേക്ക് പോകാൻ ഞാനൊരു കുറിപ്പും തരാം. ഓപ്പറേഷൻ ചാർജും മറ്റു ചെലവുകളും അവർ പറയും. പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഉടനെ ചെയ്താൽ നല്ലതാണ്. ആശങ്കയുടെ നിലയിലായിരുന്ന എനിക്ക് വെളിച്ചമായത് രമേശ് പിഷാരടിയുടെ ഒരൊറ്റ ഇടപെടലാണ്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും എൻ്റെ സങ്കടം കേൾക്കാനും മമ്മൂക്ക ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തി ചികിത്സ ഉറപ്പാക്കാനും അദ്ദേഹം കാണിച്ച മനസ്സ് അത് വലിയൊരു സ്നേഹമാണ്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വമുള്ളൊരു ജനപ്രതിനിധിയെയാണ് പാലക്കാട് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാത്ത, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന താങ്കളുടെ ഈ വിജയം ഞങ്ങളുടെയും വിജയമാണ്. സ്നേഹാദരങ്ങളുടെ വിജയാശംസകൾ എന്നാണ് കണ്ണൻ സാഗർ കുറിപ്പായി എഴുതുന്നത്. എന്തായാലും ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആളായി. കലാപ്രസ്ഥാനങ്ങളെയും അതിലെ കലാകാരന്മാരുടെ പ്രയാസങ്ങളെയും കഷ്ടതകളെയും അവതരണ വേദികളുടെ കുറവുകളെയും അവർ അനുഭവിക്കുന്നതും പറയാൻ മടിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ഒരു കൈത്താങ്ങിന് കൂടെ നിൽക്കുകയും ബഹുമുഖ പ്രതിഭാധനന്മാരായ കലാകാരന്മാരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാൻ അതിനൊരു പരിഹാരം കാണാനും വിശ്വസ്തനായ ഒരു സഹോദരനെ ജനങ്ങൾ തന്നിരിക്കുന്നു. ഒരുപാട് നന്ദി. എല്ലാത്തരം കലാകാരന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും അടുത്തറിയുന്ന അമ്മയുടെ പ്രിയ രമേശ് പിഷാരടി, അങ്ങേക്ക് ആദരവോടെ അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം കുറിച്ചു.